ഹലോ, ഞാൻ ഡോക്ടർ സൗമ്യ. പലപ്പോഴും തൈറോയിഡ്, PCOD അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ള പേഷ്യൻസ് ചോദിക്കാറുണ്ട്, ഒരു ഡയറ്റ് ചാർട്ട് തരുമോ ഡോക്ടറെ എന്ന്. അതെനിക്ക് അത്ര പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ പേഷ്യൻസിനും അവരുടെ ജോലി, ഹൈറ്റ്, വെയ്റ്റ് അല്ലെങ്കിൽ അവർ ആണാണോ പെണ്ണാണോ എന്നൊക്കെ അനുസരിച്ച് അവരുടെ ഡയറ്റ് ക്രമപ്പെടുത്തുന്നതിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവർക്ക് നിശ്ചയിക്കേണ്ട കാലറിയിലൊക്കെ അളവ്, എത്ര ഭക്ഷണം ഉൾപ്പെടുത്തണം എന്നുള്ളതിലൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഒരു അസുഖത്തിന് ഒരു ഡയറ്റ് ചാർട്ട് കൊടുക്കുക എന്നുള്ളത് അത്ര പ്രാക്ടിക്കൽ അല്ല. പക്ഷേ എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം എന്ന് കോമൺ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അല്ലാതെ ഒരു അസുഖത്തിന് ഒരു ഡയറ്റ് ചാർട്ടായിട്ട് തരുമ്പോൾ അതൊരിക്കലും എഫക്റ്റീവായിട്ട് എൻ്റെ പേഷ്യൻസിന് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ പേഷ്യൻസിനും അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും അവരുടെ ഹൈറ്റും വെയ്റ്റും അവരുടെ ജോലി എല്ലാം വിശദമായിട്ട് അന്വേഷിച്ച് അവർക്ക് വേണ്ട, ഓരോരുത്തർക്കും വേണ്ട ഒരു ഡയറ്റ് ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഡയറ്റിംഗ് എന്ന് പറയുമ്പം അതങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, കുറച്ച് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ടതാണ്. എന്നാലേ അത് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തേക്ക് മാത്രമുള്ളതല്ലല്ലോ. ഈ പൊതുവെ ഇപ്പോൾ PCOD ആണെങ്കിലും അല്ലെങ്കിൽ ഫാറ്റി ലിവർ ആണെങ്കിലും ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആകുമ്പോൾ അത് നമുക്ക് 1-2 മാസം മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് ലൈഫ് ലോങ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലായിട്ട് മാറേണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ പൊതുവേ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, 1 മാസം അല്ലെങ്കിൽ ഒരു 3 മാസത്തേക്ക് അവരെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ജീവിത രീതി അവരെ അങ്ങ് ട്രെയിൻ ചെയ്തെടുക്കുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. എന്നാലേ അത് അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡയറ്റ് ചാർട്ട് എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു.